Hi all, എല്ലാവർക്കും ജികെ വേൾഡ് ആൻഡ് പിഎസ്സിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ പുതുതായിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് കേരള പിഎസ്സി ഈ കഴിഞ്ഞ 2022-2021 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻസിഇആർടി എസ്എസ്ഇആർടി സ്കൂൾ ടെക്സ്റ്റ് ബുക്കിന്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ +1 നിന്നും +2 നിന്നും നമ്മൾ പ്രധാനപ്പെട്ട സയൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും പല ക്വസ്റ്റ്യൻസും റാങ്ക് മേക്കിംഗ് ഫാക്ട്സ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അത് ഈവൻ പ്രിലിംസ് ആണെങ്കിലും മെയിൻസിലാണെങ്കിലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കഴിഞ്ഞ 10th പ്രിലിംസ് ഈ കഴിഞ്ഞ നമ്മുടെ 6 ഫേസ് ആയിട്ട് 10th പ്രിലിംസ് നടന്നിട്ടുണ്ടായിരുന്നു 2022. അതിൽ നിന്ന് പോലും നമുക്ക് +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എസ്പെഷ്യലി സയൻസിൽ നിന്ന് പല ചോദ്യങ്ങളും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതുതായിട്ടൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതെന്ന് പറയുന്നത് എല്ലാ മത്സര പരീക്ഷകൾക്കും ഇൻക്ലൂഡിങ് SSC ലെവൽ പരീക്ഷകൾക്ക് പോലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. അതായത് എൻസിഇആർടി എസ്സിഇആർടി +1ലെയും +2ലെയും സയൻസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി വരുന്ന 10th മെയിൻസ്, ഡിഗ്രി പ്രിലിമിനറി മെയിൻസ്, +2 മെയിൻസ് തുടങ്ങിയ എല്ലാ എക്സാമിനും നിങ്ങൾക്ക് ഈ കോഴ്സ് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം നമ്മളുടെ വാട്സാപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലുള്ള ലിങ്കിൽ ചെക്ക് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഫിസിക്സിലെ +1 മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 15 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ 15 ചാപ്റ്റേഴ്സും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് വായിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എസ്പെഷ്യലി നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു കുട്ടി ആണ് എങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതൊന്നും മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് കേരള പിഎസ്സി എങ്ങനെയാണ് ഈ പാഠഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതെന്നും എങ്ങനെ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ള വളരെ ക്യാപ്സ്യൂൾ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ട്രസ്റ്റ് മീ, ഇത് നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ശരി, അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിസിക്കൽ വേൾഡ് ആണ്. ഇതിൽ വളരെ പ്രധാനമായിട്ടും അല്ലെങ്കിൽ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പോയിന്റ് ഉണ്ട്. അതിന്റെ ഏറ്റവും ക്യാപ്സ്യൂൾ ആയിട്ടുള്ള നോട്ട്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി ഇതിൽ ഈച്ച് ആൻഡ് എവറി ലൈൻസ് നമ്മൾ വായിച്ച് നോക്കി മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് മതി, നമുക്ക് എക്സാം എഴുതാൻ ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മുന്നിൽ വളരെ കുഞ്ഞു സമയമുള്ളൂ. അതുകൊണ്ട് വേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് പറയുന്നത് ഫിസിക്കൽ വേൾഡ് എന്താണ്, സയൻസ് എന്നാണ് പറയുന്നത്. ആ സയൻസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം തന്നെങ്കിൽ വാട്ട് ഈസ്, വിച്ച് മീൻസ് ടു നോ, അറിയുക എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ലാറ്റിൻ വേർഡ് ആണ്. ലാറ്റിൻ വേർബായ നോ, ലാറ്റിൻ വേർബിൽ നിന്നാണ് സയൻസ് എന്ന് പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ പറയുന്നത് സയന്റിഫിക് മെത്തേഡ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് ഫിസിക്സ് എന്നാണ്. അതിനകത്തോട്ട് നമ്മൾ കൂടുതലായിട്ട് പോകണ്ട. ഫിസിക്സ് എന്താ നമുക്കറിയാം എന്താണ്, വിച്ച് ഈസ് ദ സ്റ്റഡി ഓഫ് ബേസിക് ലോസ് ഓഫ് നേച്ചർ ആൻഡ് ദെയർ മാനിഫെസ്റ്റേഷൻ ഇൻ ഡിഫറെന്റ് നാച്ചുറൽ ഫിനോമിന. ഇത് നമുക്ക് നോട്ട്സ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് നമുക്കുള്ളത് മലയാളത്തിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, ഇംഗ്ലീഷ് നോട്ട്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 10th ലെവൽ പ്രിപ്പയർ ചെയ്യുന്നവർ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞു പോകുന്ന പോയിന്റുകൾ മാത്രം ഒന്ന് എഴുതി പോവുക കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ക്ലാസ് കണ്ട് നോട്ട് എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ജസ്റ്റ് വേണ്ട പോയിന്റ് മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതി. അത് എന്താ വേണ്ടിയെന്നുള്ള ക്ലാസ്സുകളെല്ലാം ഞാൻ മലയാളത്തിൽ എക്സ്പ്ലനേഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ്. ഇവിടെ നിന്നാണ് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ PSC ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ് തൊട്ടാണ് വരേണ്ടത്. പ്രധാനമായിട്ടും ഇതിനകത്ത് പറയുന്നത് 2 ഡൊമൈൻസ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അല്ലെങ്കിൽ ആദ്യം നമ്മൾ പറയുന്നത് സ്കോപ്പും അതുപോലെ എന്താണ് ഇതിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ് എന്നാണ് പറയുന്നത്. ഈ ഒരു പോർഷനിൽ നമ്മൾ പറയുന്നത് പ്രധാനമായിട്ട് 2 പോർഷൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് മാക്രോസ്കോപ്പിക്കും അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക്കും. ഇനി നമ്മൾ പറയുന്നത് മാക്രോസ്കോപ്പിക് എന്താണ്, അതിന്റെ കീഴിൽ ഏതൊക്കെ ഡിവിഷൻസ് ആണ് ഫിസിക്സിൽ നമുക്ക് വരുന്നത്. ദെൻ മൈക്രോസ്കോപ്പിക് എന്താണ്, അതിനകത്ത് ഏതൊക്കെ ഡിവിഷൻസ് ആണ് വരുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പേരിൽ നിന്ന് വരും മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്രോസ്കോപ്പ് എന്തിനാ യൂസ് ചെയ്യുന്നത്, ചെറിയ ചെറിയ വസ്തുക്കൾ കാണാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ചെറിയ വളരെ കുഞ്ഞു കാര്യങ്ങളായിരിക്കും ഏതിനകത്ത് വരുന്നത്, മൈക്രോസ്കോപ്പിക്കിൽ വരുന്നത്. എന്നാൽ മാക്രോ അതിനകത്ത് എന്തായിരിക്കും, വലിയ ഏരിയാസ് ആയിരിക്കും. അതായത് നമ്മുടെ ഫിസിക്സിലെ വലിയ ഏരിയാസ് ഒക്കെ ലൈക്ക് ഗ്രാവിറ്റേഷൻ തുടങ്ങിയ വലിയ ഫോഴ്സിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമുക്ക് ഇതിനകത്ത് വരുന്നത്, ഈ പറയുന്ന മാക്രോസ്കോപ്പിൽ വരുന്നത്. ഇനി ഇവിടെ നോക്കിയാൽ മതി, നമുക്ക് ഈ മാക്രോസ്കോപ്പിക് ഡൊമൈൻസിൽ പ്രധാനമായിട്ടും ക്ലാസിക്കൽ ഫിസിക്സും
മൈക്രോസ്കോപ്പിൽ മോഡേൺ ഫിസിക്സുമാണ് വരുന്നത്. അതായത് മൈക്രോസ്കോപ്പ് വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ, അപ്പൊ അതിനകത്ത് നമ്മൾ മോഡേൺ ഫിസിക്സിന്റെ കാറ്റഗറിയിലാണ് മൈക്രോസ്കോപ്പിക് വരുന്നത്. മാക്രോസ്കോപ്പിക്കിൽ ഏതാ വരുന്നത്? ക്ലാസിക്കൽ ഫിസിക്സ് ആണ്. ഇനി എന്തൊക്കെയാണ് ക്ലാസിക്കൽ ഫിസിക്സ്, എന്തൊക്കെയാണ് മോഡേൺ ഫിസിക്സ് എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ പറയാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ക്ലാസിക്കൽ ഫിസിക്സിന്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണ്? മാക്രോസ്കോപ്പിക്. ഇത് നോക്കിക്കേ, ഈ ക്ലാസിക്കൽ ഫിസിക്സിൽ നമ്മൾ മാക്രോസ്കോപ്പിക്കിൽ വരുന്നത് മെക്കാനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, ഒപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ്. ഇതൊന്ന് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. ഇനി എന്താണെന്ന് നമുക്കറിയാം. ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ലൈറ്റ് എന്ന് നമുക്കറിയാം. നമ്മൾ ഈ പ്രിലിംസ് എഴുതാൻ നേരത്ത് നിങ്ങൾ പ്രകാശത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ലൈറ്റിന്റെ പല പല ഫിനോമിനാസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതാണ് ഒപ്റ്റിക്സിൽ വരുന്നത്. ഇനി എന്താണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്? മെക്കാനിക്സ് എന്തായിരിക്കും? മെക്കാനിക്സ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് വേവിനെ കുറിച്ച് പഠിക്കുന്ന, നമ്മളുടെ ന്യൂട്ടന്റെ ലോ ഓഫ് മോഷൻ, അതുപോലെ ഗ്രാവിറ്റേഷനും ഒക്കെ ആയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന മെക്കാനിക്സ് വരുന്നത്. മോഷൻ, ചലനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ് മെക്കാനിക്സിൽ വരുന്നത്. ഇനി ഇലക്ട്രോ ഡൈനാമിക്സ്, അതിനകത്ത് തന്നെ ഇലക്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചാർജ്ഡ് ആയിട്ടുള്ള രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ഇല്ലേ? ചാർജ്ഡ് ആയിട്ടുള്ള രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ നമ്മൾ ഇലക്ട്രോ ഡൈനാമിക്സിൽ പറയുന്നത്. ദെൻ ഒപ്റ്റിക്സ് നമ്മൾ പറഞ്ഞു, ലൈറ്റിന്റെ പല ഫിനോമിനൻ ആണ് വരുന്നത്. ഇനി തെർമോ ഡൈനാമിക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെർമോ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ ആയിരിക്കും അല്ലെ? അപ്പൊ ഇന്റേണൽ എനർജി, ടെമ്പറേച്ചർ ഒക്കെയാണ് ഈ തെർമോ ഡൈനാമിക്സിൽ വരുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് മെക്കാനിക്സ്, എന്താണ് ഇലക്ട്രോ ഡൈനാമിക്സ്, എന്താണ് തെർമോ ഡൈനാമിക്സ്, എന്താണ് ഒപ്റ്റിക്സ് എന്നാണ് ജസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ക്ലാസിക്കൽ ഫിസിക്സ്. സ്പീഡ് കൂടുതലാണെങ്കിൽ അത് കമന്റ് ചെയ്യണം കേട്ടോ. എന്റെ സ്ലാങ് ഭയങ്കര സ്പീഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകും. അപ്പൊ എന്തുണ്ടെങ്കിലും കമന്റ് ചെയ്യാം. ക്ലാസിക്കൽ ഫിസിക്സിലാണ് ഇത്രയും വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനിയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്കറിയാം പ്രപഞ്ചത്തിൽ പ്രധാനമായിട്ടും 4 ഫണ്ടമെന്റൽ ഫോഴ്സുകളാണുള്ളത്. പ്രധാനമായിട്ടുള്ള പ്രപഞ്ചത്തിലെ 4 അടിസ്ഥാന ഫോഴ്സുകൾ ഏതൊക്കെ എന്ന് ചോദിക്കാം. നോക്കിക്കേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. നമ്മളടുത്ത് ചോദ്യം വരുന്ന പ്രസ്താവന രീതിയിൽ വരാം ഇതിൽ നിന്ന്, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാനായിട്ട്, അതായത് വലിയ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സിൽ നിന്ന് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സിലേക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് ഈ 4 ഫോഴ്സ് നമുക്ക് ചോദിക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഗുരുത്വാകർഷണം, ഭൂഗുരുത്വാകർഷണം എന്ന് നമ്മൾ പറയത്തില്ലേ? ഇപ്പൊ ഈ പ്രപഞ്ചത്തിലെ ഏത് 2 വസ്തുക്കൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ മാസിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ഞാൻ ഈ കസാരയിൽ ഇരിക്കുന്നു, ഈ കസാരയും എനിക്കും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഭൂമി നമ്മളുടെ വസ്തുവിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? അവരുടെ മാസിന് തുല്യമായിരിക്കും. അപ്പൊ മനസ്സിലായല്ലോ ഭൂഗുരുത്വാകർഷണം എന്താണെന്നുള്ളത്. ഇനി ഇതിന്റെ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് റേഞ്ച് ഫോഴ്സ് ആയിരിക്കും. അതായത് തൊട്ടടുത്തടുത്തിരിക്കുമ്പോഴല്ല. ഇപ്പൊ നമ്മുടെ ഭൂമി എത്രയോ ദൂരെയാണ് എന്നിൽ നിന്ന് അല്ലെ, ഇങ്ങനെ ഫോഴ്സ് ഇങ്ങനെ ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ് അവിടെ വരുന്നത്. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. ചോദിക്കാം, പ്രപഞ്ചത്തിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് 10⁻39 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നത് വിശ്വസിക്കുന്ന. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തത്, അപ്പൊ ഇതിന്റെ എല്ലാ വസ്തുക്കളും പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് ചോദിക്കാം കേട്ടോ. ഇതിനകത്ത് പ്രസ്താവന രീതിയിൽ തന്നിട്ട് ചോദിക്കാം പല രീതിയിൽ. അതായത് എല്ലാ വസ്തുക്കളും തമ്മിൽ നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, എപ്പോഴും അട്രാക്റ്റീവ് ആണ്, നമ്മൾ പറഞ്ഞു അല്ലേ, എപ്പോഴും നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഫോഴ്സ് ആണ്, പ്രപഞ്ചത്തിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. അതിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 10⁻39 ആണ്. അപ്പൊ ഇത്രയും എഴുതി വെക്കാം. ഇനി സെക്കൻഡ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന് മുൻപ് നമുക്ക് നോക്കാം ന്യൂക്ലിയർ ഫോഴ്സ്. എന്താണ് ഈ ന്യൂക്ലിയർ ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ഒരു ആറ്റത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട് അല്ലെ? അപ്പൊ ഈ ന്യൂക്ലിയസിൽ നിന്ന് ഈ പ്രോട്ടോണും ന്യൂട്രോണൊക്കെ ഇങ്ങനെ ആകർഷിച്ചു, അല്ലെങ്കിൽ അതിനിങ്ങനെ ശക്തമായിട്ട് പിടിച്ചു നിർത്തുന്ന ഒരു ശക്തി ഉണ്ട്. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതെന്താകാം? വീക്ക് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫോഴ്സ് ആകാം, അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫോഴ്സ് ആകാം. അപ്പൊ ഇവിടെ നോക്കിക്കേ,
ഇപ്പം നമ്മളിവിടെ പറയുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് കുറച്ച്, അതായത് നമ്മളുടെ ഈ പറയുന്ന ന്യൂക്ലിയസിന്റെ അകത്ത് നടക്കുന്ന ചില പ്രോസസ്സ് ഉണ്ട്. അത് നമ്മൾ ബീറ്റ ഡി കെ എന്നൊക്കെ പറയും. ബീറ്റ ഡി കെ ഓഫ് ന്യൂക്ലിയസ്, അതൊക്കെ നമുക്ക് ഡിഗ്രി മെയിൻസിലൊക്കെ വരുമ്പോൾ ഭയങ്കര കാര്യമായിട്ട് പഠിക്കാം. മീൻസ് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, എന്നാലും ജസ്റ്റ് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ പറയാം. ആ ഒരു ചെറിയ അല്ലെങ്കിൽ എന്താ പറയുന്നത് ആ ഒരു പ്രോസസ്സിൽ മാത്രമായിരിക്കും നമുക്ക് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് കാണപ്പെടുന്നത്. ഇനി ചിലപ്പം നമ്മളുടെ ഇലക്ട്രോണോ അതുപോലെ തന്നെ ന്യൂട്രിനോളൊക്കെ ആയിരിക്കും ഓപ്പറേറ്റിംഗ് ഉണ്ട്. അതായത് ചിലപ്പോൾ സം എലമെന്ററി പാർട്ടിക്കിൾസ് മാത്രമാണ് ഇത് കാണപ്പെടുന്നത്. ഇനി അതെന്ന് വെച്ചാൽ വളരെ കുഞ്ഞു ഫോഴ്സ്, ഒരുപാട് നേരത്തേക്കല്ല, കുറച്ച് നേരത്തേക്കായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സബ് ന്യൂക്ലിയർ സൈസിലൊക്കെ വരും. അത് ചിലപ്പോൾ എന്താകാം, അട്രാക്റ്റീവ് ആകാം അല്ലെങ്കിൽ റിപ്പൾസീവ് ആയിട്ട് പറ്റും. ഇനി അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ, അതായത് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ളത് ഗ്രാവിറ്റേഷൻ. അത് കഴിഞ്ഞിട്ട് വീക്കായിട്ട് വരുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോളുക. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ടാമത്, അതായത് വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സിൽ ഗ്രാവിറ്റേഷൻ ആദ്യം, രണ്ടാമത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് വരുന്നത്. ഇനി അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് രണ്ട് എന്താ പറയുന്നത് ചാർജ് ചെയ്തിരിക്കുന്ന രണ്ട് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനിടയിൽ, രണ്ട് ചാർജ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസിനിടയിലുള്ള ഒരു ഫോഴ്സ് ആണ്. ഇത് പ്രധാനമായിട്ട് എല്ലാത്തിലും കാണില്ല, ചാർജ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസിൽ മാത്രമാണ് കാണുന്നത്. ലോങ് റേഞ്ച് ആണ്, ഒരുപാട് നേരം എന്ത് ചെയ്യാം അതിന് ആ ഫോഴ്സ് ഒരുപാട് നേരം അതിന് നിലനിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. ചിലത് എന്ത് ചെയ്യും, സിമിലർ ചാർജസ് റിപ്പിൾസ് ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട്. നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് അട്രാക്ട് ചെയ്യോ? ഇല്ല. അതായത് ഒരു പോസിറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ അത് റിപ്പൽ ചെയ്തു പോകും. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണെങ്കിൽ അത് അട്രാക്ട് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിന്റെ റേഞ്ച് പറഞ്ഞിട്ടുണ്ട് 10⁻². ഇനി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രോട്ടോണിനകത്ത് ഒരു ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണെയും ന്യൂട്രോണെയും ഒരുമിച്ച് ഇങ്ങനെ നിർത്തുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ന്യൂക്ലിയോൺസിലും അതുപോലെ തന്നെ ഹെവിയർ ആയിട്ടുള്ള എലിമെന്ററി പാർട്ടിക്കിൾസിലാണ് ഇത് കാണപ്പെടുന്നത്. ഇനി ഇതിന്റെ സൈസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ആയിരിക്കും, ഷോർട്ട് റേഞ്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ടത് സ്ട്രോങ് ഫോഴ്സ് ഇൻ നേച്ചർ. അപ്പം പ്രപഞ്ചത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, ദെൻ സെക്കൻഡ് ഏതാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ദെൻ ഏതാണ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ദെൻ ഏതാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ നമുക്കിത് അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അത് കഴിഞ്ഞിട്ട് വീക്ക്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആണ് ഗ്രാവിറ്റേഷണൽ വരുന്നത് കേട്ടോ. നമുക്ക് ചിലപ്പോൾ അറേഞ്ച് ചെയ്യാൻ ചോദിക്കും, കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കൊക്കെ അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഓരോ പ്രിൻസിപ്പിൾസും അതുപോലെ ഇന്നത്തെ ടെക്നോളജീസും വർക്ക് ചെയ്യുന്ന ഓരോ പ്രിൻസിപ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുകൂടെ നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് സ്റ്റീം എൻജിൻ ഏത് സയന്റിഫിക് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഏതാണ്, ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇത് ഓർത്താൽ മതി. തെർമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചൂട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആണ്. സ്റ്റീം എൻജിൻ എന്താണ്, എപ്പോഴും ചൂടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാം. അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ജനറേഷൻ, ഇതൊക്കെ ഇതിനകത്ത് വരുന്നത് റേഡിയോയുടെയും അതുപോലെ തന്നെ ടെലിവിഷന്റെ ഒക്കെ ജനറേഷൻ, പ്രൊപ്പഗേഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുമായിട്ടാണ് റേഡിയോ ടെലിവിഷൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി ന്യൂക്ലിയർ റിയാക്ടർ നമുക്കറിയാം, കൺട്രോൾഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫിഷൻ വഴിയാണ് ന്യൂക്ലിയർ റിയാക്ടറിന്റെ പ്രിൻസിപ്പിൾ വരുന്നത്. പിന്നെ കമ്പ്യൂട്ടേഴ്സിലൊക്കെ എന്താണ്, ഡിജിറ്റൽ ലോജിക് ആണ്. റോക്കറ്റ് പ്രൊപ്പൽഷൻ, ഇത് PSCയുടെ ചോദ്യമാണ് കേട്ടോ. ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ, ഇതിനകത്ത് ഏത് നിയമം അനുസരിച്ചാണ്, മൂന്നാമത്തെ ലോ അനുസരിച്ചിട്ടാണ്. ന്യൂട്ടന്റെ 3 ലോ ഉണ്ട്, അതും PSCയുടെ ചോദ്യമാണ്. ന്യൂട്ടന്റെ ഏത് ലോ അനുസരിച്ചിട്ടാണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തതാണ്. പിന്നെ ഇലക്ട്രിക് ജനറേറ്റർ, ഇതും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, എന്താണ്, ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് ഇലക്ട്രിക് ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. പിന്നെ എയ്റോപ്ലെയിൻ നമുക്കറിയാം, ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്, ഫ്ലൂയിഡ് ഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, ലൈറ്റിന്റെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഏതാണ്, വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫോട്ടോ സെല്ല് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് വഴി, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വഴിയാണ് ഫോട്ടോ സെല്ല് വർക്ക് ചെയ്യുന്നത്. സോണാർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് റിഫ്ലക്ഷൻ ഓഫ് അൾട്രാസോണിക് വേവ്സ്, കടലിന്റെ അടിയിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ലേസർ, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഇത്രയും ഒന്ന് ഓർത്തു വെക്കുക. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ പറയുന്ന മറ്റൊന്നാണ് നമ്മളുടെ ഓരോ മേജർ ഡിസ്കവറിയും അതുപോലെ കോൺട്രിബ്യൂഷൻസും ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു ശാസ്ത്രജ്ഞൻ. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. ഇതും PSCയുടെ ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് ബോയൻസി, ഇത് PSCയുടെ ചോദ്യമാണ് കേട്ടോ. ബോയൻസി ഏതാണ്? ബോയൻസി പ്ലവനതത്വം, പ്ലവക്ഷമ ബലമൊക്കെയില്ല, അതൊക്കെ ആരുമായി ബന്ധപ്പെട്ടാന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ കൺട്രി ഓഫ് ഒറിജിൻ ഇതങ്ങനെ കോമൺ ആയിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. അതുപോലെ ഗലീലിയോ, ലോ ഓഫ് ഇനേർഷ്യ, ഇതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിലെ ക്ലാസ്സിൽ പഠിക്കാം. അതുപോലെ ഐസക് ന്യൂട്ടൺ ആണ് ലോ ഓഫ് മോഷൻ അല്ലെ, നമ്മൾ പറഞ്ഞോളൂ, ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞോളൂ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ഗ്രാവിറ്റേഷൻ ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ കാര്യമൊക്കെ നമുക്കറിയാം. അതുപോലെ റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ്, അത് ഐസക് ന്യൂട്ടനുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്റ്റ്യൻ ഹൈജൻസ്, വേവ് തിയറി ഓഫ് ലൈറ്റ്, ലൈറ്റിന്റെ വേവ് തിയറി പറഞ്ഞത് ആരാണ്? ക്രിസ്റ്റ്യൻ ഹൈജൻസ്. അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ഒക്കെ ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മുടെ ഹേർട്സുമായിട്ടാണ് ജനറേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഇമ്പോർട്ടൻ്റ് ആണ്. JC ബോസ് ആണ് അൾട്രാ ഷോർട്ട് റേഡിയോ വേവ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. എക്സ്റേ കണ്ടുപിടിച്ചത് ആര്? നമുക്കറിയാം വില്യം റോൺജൻ ആണെന്നുള്ളത് അല്ലെ. ഇനി ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? JJ തോംസൺ ആണെന്നുള്ളത്. പിന്നെ നമ്മുടെ മേരി ക്യൂറിയുടേതാണ് ഏതാണ്? റേഡിയം പൊളോണിയം അല്ലെ, അങ്ങനെ മരിച്ച വനിതയാണ് മേരി ക്യൂറി. ഇതും PQ ആണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം, തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ ആൽബർട്ട് ഐൻസ്റ്റീനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് PQ ആണ്. ന്യൂക്ലിയർ, PQ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ കേട്ടോ. ആറ്റത്തിന്റെ ന്യൂക്ലിയർ മോഡൽ നമുക്കറിയാം ഏണസ്റ്റ് റൂദർഫോർഡ് അല്ലെ. നമ്മളുടെ സോളാർ, നമ്മളുടെ എന്താ പറയുന്നത്, സോളാർ അല്ലെങ്കിൽ നമ്മളുടെ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓർബിറ്റിലൂടെ സഞ്ചരിക്കുക എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ അതാരാണ് ഞാൻ ഉദ്ദേശിച്ചത്? സണ്ണിന്റെ ചുറ്റും ഇങ്ങനെ ഓർബിറ്റിലൂടെ കറങ്ങുന്ന കാര്യമായിട്ട് ഉദ്ദേശിച്ചത്. അത് നമ്മുടെ നീൽസ് ബോറിൻ്റെതാണ്. യെസ്, അപ്പൊ ക്വാണ്ടം മോഡലും ഹൈഡ്രജൻ ആറ്റം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നീൽസ് ബോറിന്റെ ഓർബിറ്റിലൂടെ കറങ്ങുന്ന കാര്യം പറഞ്ഞത്. ദെൻ CB രാമനാണ് നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. ദെൻ നമ്മളുടെ വേവ് നേച്ചർ ഓഫ് മാറ്റർ, ബോർഗിയുടെ കാര്യം നോക്കണം. തെർമൽ അയോണൈസേഷൻ ഇതാണ് ചോദിച്ചു കണ്ടിട്ടില്ല, MN സാഹ. നമ്മൾക്കറിയാം ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് SN ബോസിൻ്റെതാണ്. ഇത് എപ്പോഴും ചോദിക്കുന്ന കേട്ടോ, PQ ആണ്. ജെയിംസ് ചാഡ്വിക്ക് ന്യൂട്രോൺ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ക്ലാസ്സുകൾ തുടരാൻ നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ കമൻറ്റിൽ രേഖപ്പെടുത്താട്ടെ എന്താണെങ്കിലും. അപ്പോൾ ഇതുപോലെ തന്നെ കെമിസ്ട്രി ആൻഡ് ബയോളജി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും. അതുപോലെ ഫ്രീ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ടും ദെൻ ഡെയിലി കറണ്ട് അഫെയർ കിട്ടാനായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.